ഓം ഗുരുദേവ ചരണം ശരണം. ആത്മോപദേശ ശതകം മൂന്നാം മന്ത്രം. വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളിമുതലായ വിഭൂതിയഞ്ചുമോർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരേണം. ഇങ്ങു കാണും വെളി മുതലായ വിഭൂതി അഞ്ചും ഓർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരേണം. ഇങ്ങു കാണും എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ഇന്ദ്രിയ ഗോചരമാകുന്ന, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന വെളി മുതലായ, ആകാശം മുതലായ അഞ്ച് വിഭൂതികൾ, ആകാശം മുതലായ പഞ്ചഭൂതങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ, ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി എന്നിങ്ങനെയുള്ള അഞ്ച് ഭൂതികളും അതിൻ്റെ പരമാർത്ഥം ചിന്തിക്കുകയാണെങ്കിൽ വെളിയിലിരുന്ന് വിവർത്തമാണ്. അത് യഥാർത്ഥത്തിൽ ഉള്ളതല്ല. തർക്ക ന്യായ ശാസ്ത്രം അനുസരിച്ച് അത് വിവർത്തം ആണ് എന്നാണ് ഗുരു ഇവിടെ സിദ്ധാന്തിക്കുന്നത്. വിവർത്തം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നായി ധരിക്കുക. ഇരുട്ടത്ത് അരണ്ട വെളിച്ചത്തിൽ കണ്ട കയറിൻ്റെ കഷ്ണത്തെ പാമ്പാണെന്ന് ധരിക്കുന്നു. മുത്തുച്ചിപ്പിയിൽ കാണുന്ന, കടൽ തീരത്ത് മുത്തുച്ചിപ്പി പ്രകാശം കൊണ്ട് തിളങ്ങുമ്പോൾ അതൊരു വെള്ളി കഷ്ണമാണെന്ന് കാണുന്നു. ശുക്തികാരജതം എന്ന് പറയും. അതേപോലെ കാനൽ ജലം, മരുഭൂമിയിൽ ജലം ഓളം വെട്ടുന്നതായി കാണുന്നു. ഇതെല്ലാം ന്യായശാസ്ത്രം അനുസരിച്ച് പഴയ ശാസ്ത്രത്തിൽ പറയുന്ന ഉദാഹരണങ്ങളാണ്. മനുഷ്യനെ മറ്റൊന്നിനെ തെറ്റായി ധരിക്കുക എന്നർത്ഥം. അതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത്. പരിണാമം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു രൂപമാറ്റം സംഭവിച്ച് മറ്റൊന്നായി തീരുക. പാല് തൈരാകുന്നത് പരിണാമമാണ്. അപ്പം അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് പരിണാമമല്ല, ഒരിക്കലും വിവർത്തം തന്നെയാണ് എന്ന വാദത്തിലാണ് ഗുരു ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സത്യാവസ്ഥ ആരായുന്ന പല ശാസ്ത്രത്തിലും പല പല അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴും പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം ഉള്ളത് തന്നെയാണെന്നും ഈശ്വരൻ്റെ അംശമാണെന്നും ഈശ്വരൻ തന്നെയാണെന്നും ഓരോ തരത്തിലെല്ലാം ദ്വൈതികളും അദ്വൈതികളും വിശിഷ്ടാദ്വൈതികളും ഒക്കെ പല വാദമോഹങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്വൈത ദർശനാനുസാരമായിട്ടുള്ള സിദ്ധാന്തത്തിലാണ് ഗുരു ഉറച്ചു നിൽക്കുന്നത്. ഇത് വിവർത്തമാണ് എന്ന് തന്നെയാണ് ഗുരുദേവനും സമർത്ഥിക്കുന്നത്. വെളിയിലിരുന്ന് വിവർത്തം യഥാർത്ഥത്തിൽ ഉള്ളതല്ല, പക്ഷേ നമ്മൾ അവിദ്യാവശകന്മാരായി അതിനെ തെറ്റായി ധരിക്കുന്നു. പരമാർത്ഥത്തെ മറയപ്പെടുന്നു. വെളിയിലിരുന്ന് വിവർത്തം എങ്ങു കാണും വെളി മുതലായ വിഭൂതി അഞ്ചും ഓർത്താൽ. ഇങ്ങു കാണും വെളി മുതലായ വിഭൂതി അഞ്ചും ഓർത്താൽ വെളിയിലിരുന്ന് വിവർത്തം. ഈ ലോകത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അത് മുൻപറഞ്ഞ ആ പരവെളിയുടെ പരമാത്മസത്തയിൽ നിന്നും വിവർത്തമായി നമ്മുടെ മുന്നിൽ പ്രാതിഭാസികമായി കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പാരമാർത്ഥികമായിട്ട് അതിന് സത്തയില്ല.
പിന്നെയോ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരയണം. ഇത് ഒരു കടലിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന തിരമാല എങ്ങനെയാണോ കടലിൽ ലയിച്ച് വീണ്ടും ഉയർന്നു പൊങ്ങി വീണ്ടും തിരയാകുന്നു, വീണ്ടും ലയിക്കുന്നു എന്നതുപോലെ തരംഗങ്ങളുടെ കൂട്ടം, തിരകളുടെ കൂട്ടം ജലത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങി വീണ്ടും ജലമാകുന്നത് പോലെ പാരമാർത്ഥികമായ സത്തയിൽ നിന്ന്, ഈശ്വര സത്തയിൽ നിന്നും ഒരിക്കലും ഭിന്നമല്ല, അഭേദമായി വരയണം എന്ന് പറഞ്ഞാൽ അഭേദമാണെന്ന്, ഒന്ന് തന്നെയാണെന്ന് നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ച് ഉറപ്പിക്കണം. അങ്ങനെയായി തീരണം എന്നാണ് ഗുരു ഉപദേശിക്കുന്നത്. ഓം തത്സത്ത്.